നികിടെ വീട്ടിലോട്ട് പോകാൻ പുതിയ വഴിയായി ഗൈസ്. ഇനി നമുക്ക് അങ്ങനെ റോഡ് വഴി വരണ്ട. എപ്പോഴും നമ്മൾ റോഡ് വഴിയല്ല വരുന്നത്. ഈ വഴി നിങ്ങൾക്ക് അറിയാം, മുമ്പേ ഉള്ള വഴിയാണ്. നമ്മൾ മഴക്കാലത്ത് ഉണ്ടാവില്ല, മഴക്കാലമെല്ലാം മാറി ഈ ഒരു സമയമാകുമ്പോൾ തൊട്ട് ഇതിലിങ്ങനെ നടന്ന് ഈ വഴിച്ചാല് വഴി ഇങ്ങനെ നികിടെ വീട്ടിലോട്ട് പോകാം. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. നികി നേരത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം 2 ദിവസമായി നികിടെ അച്ഛന് ശ്രീധരനച്ഛന് ചെറുതായിട്ട് ഒന്നൊരു വണ്ടി മുട്ടി ഒരു ആക്സിഡൻ്റായി. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ അതുകൊണ്ട് നികി എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛനെ കാണാനായിട്ട്. അപ്പോൾ നേരത്തെ അച്ഛനെ കാണാമെന്ന് പറഞ്ഞ ആളിങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് അവളെ കണ്ട് അച്ഛനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. എന്താണിത്? അച്ഛനെ കാണണം, സുഖമില്ലാത്ത അച്ഛനെ കാണണം എന്നും പറഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് മറ്റേ അമ്മയും മോളും എല്ലാരും കൂടി മറ്റേ മീൻ പാക്ക് ചെയ്യുന്ന ഇങ്ങോട്ട് വരും പറഞ്ഞോണ്ടല്ലേ അങ്ങോട്ട് വരാഞ്ഞത്. ഇവിടുണ്ടല്ലോ വിന്തമ്മ എടേ വിപിനെ രാവിലെയായിട്ട് തുടങ്ങിയതാണ്. എനിക്ക് അച്ഛനെ കാണാൻ പോണം, അച്ഛന് സുഖമില്ലാത്തതാണ്. രാവിലെ ഉച്ചക്ക് മറ്റേ പണിയെടുത്തോണ്ടിരിക്കുമ്പോ എല്ലാം പറയുന്നുണ്ട്, ഒന്ന് അച്ഛനെ കാണാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടില്ല, അച്ഛന് സുഖമില്ലാത്തയാന്നും പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ച അച്ഛനിപ്പൊ ഇത് സുഖമില്ല, എന്നാ മോള് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് കുറെ നേരമായിട്ട് അങ്ങോട്ട് കാണാണ്ടായപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നേ അന്വേഷിച്ചു. അപ്പൊ അച്ഛന് കുഴപ്പമില്ലാത്തതാണോ നിനക്ക് വിഷമം? സംഭവം അതെ അതെ. എന്തായാലും ഒരു കുറച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ഒരു വീഡിയോ എടുത്തെങ്കിലും ഞങ്ങള് 2 ദിവസം മുമ്പ് ഭയങ്കര സങ്കടത്തിലായിരുന്നു. ആദ്യം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ വിപിനിട നീ ഇങ്ങോട്ട് നീങ്ങിരിക്കും കാണുന്നില്ല. വിപിനിട ഒരു ഫോൺ കോളും കേട്ടിട്ടാണ് ഞങ്ങൾ ഞെട്ടിയത്. ഞങ്ങളൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു 2 ദിവസമായി. ഇപ്പോ വീഡിയോ എടുത്തിരിക്കുന്ന സമയത്ത് നികിടെ എന്തോ ഒരു ഡ്രസ്സിന്റെ എന്തോ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്തുണ്ട് വിപിനെ വിളിച്ചിട്ട് അയ്യോ ഇവളുടെ കരച്ചിലാണെങ്കിൽ പിന്നെ പറയണ്ട, നമ്മുടെ കുടുംബത്തില് ഇവളെ പോലെ വേറെ ആരും കരയൂല, അങ്ങനെ കരയുന്ന ആളെ വിളി. അങ്ങനെയല്ല പറഞ്ഞത്, നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവള് വല്ലാണ്ട് കരയും. അങ്ങനെ അല്ലാണ്ട് ഇതായിട്ടല്ല പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവളുടെ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല, അതുപോലെ കരയുള്ളൂ. ഇവള് ഫോൺ വിളിച്ചിട്ട് അങ്ങനെ അയ്യോ നിക്ക് ഒരുപാടി എന്നാ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്. നിങ്ങളുടെ ഫോണില് എന്നിട്ട് എന്നെ വിളിച്ചല്ലേ, നീ എന്റെ ഫോണിലേക്കാ വിളിച്ചത്, കിട്ടില്ല ഒരുപാടി എന്നും പറഞ്ഞിട്ട് കരയുന്നവള്. അയ്യോ ഞങ്ങൾ പേടിച്ച് ഭയങ്കര. അപ്പൊ അച്ഛൻ എന്തോ ആക്സിഡന്റ് പറ്റിയെന്നും പറഞ്ഞിട്ട് ഇവളുടെ മുന്നിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ട്, എവിടെക്കാണ്ടി ഓടിയാടി. ഞാനും നിക്കും കൂടി പെട്ടെന്ന് തന്നെ ഓടിപ്പടച്ച് ഇങ്ങ് വന്ന് അവസാനം ഏത് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോയേ ഒന്നും അറിയില്ല. ഇവളെയും കാണുന്നില്ല ഞങ്ങള്. എന്നിട്ട് അവിടെ നിന്ന് ആസനത്തിലുള്ള നമ്മുടെ ചേച്ചിയുണ്ട്, രാധാമണി ചേച്ചിനെ വിളിച്ച് നിക്കി. അപ്പൊ രാധാമണി ചേച്ചി അവിടെ വിളിച്ചപ്പോ പറഞ്ഞു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിക്കിയും കൂടി അങ്ങോട്ട് ഓടി. വിന്തമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, വിന്തമ്മ മാർക്കറ്റിൽ പോയതാ. അപ്പൊ എന്താ അല്ല അതൊക്കെ പറയണേക്കുമ്പോ ബാക്കി കാര്യങ്ങൾ കഥകളൊക്കെ നമുക്ക് പറയാം. അച്ഛനെ വിളിക്കും. അതെ അതെ, അച്ഛനെ വിളിക്കാം, ടെൻഷൻ അടിക്കണ്ട. അച്ഛാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരുന്നോ അതോ ഞങ്ങൾ അങ്ങോട്ട് വരണോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഇങ്ങോട്ട് വരാൻ. വിപിനെ മാറടി എനിക്ക് ഇത് കണ്ട സംഭവം ചെറുതാണെങ്കിലും അത്യാവശ്യം കാര്യമായിട്ട് പറ്റിയിരുന്നു കേട്ടോ. മുട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, കണ്ടപ്പോ പേടിച്ചു നമ്മൾ ആദ്യം കാണുമ്പോ. ഫുള്ള് ഇങ്ങനെ ബ്ലഡ് ആയിരുന്നു ഇവിടെ മൊത്തം. അതും പിന്നെ ഇപ്പുറത്തെ മുട്ട്, പിന്നെ കാലിന്റെ ഇതിവിടെ ഇങ്ങനെ ഫുഡ് റെസ്റ്റ് കൊണ്ട് അടിച്ചത് അവിടെ. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മളിങ്ങനെ ആദ്യം കാണുമ്പോഴേ 2 കാല് നിറച്ച് ബ്ലഡും ഇതൊക്കെ ആയിട്ട് വിന്തമ്മേല ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ തലയിറങ്ങി വീണു പോകും. അത്രയും പേടിച്ചു പോകും നമ്മള്. അത് മാത്രമല്ല വീണിട്ട് പെട്ടെന്ന് ബോധവുമില്ല, ബോധം പോയി. നമ്മൾ ആ വീഴ്ചയില് പെട്ടെന്ന് ബോധവും പോയി, പേടിച്ചു പോയി, തല അടിച്ചോ എന്താണ് സംഭവം എന്നറിയില്ല. ഡോക്ടറിന്റെ അടുത്ത് പോയി, അവിടെ പോയി ഈ ഡോക്ടർ അപ്പൊ തന്നെ ECG എടുത്തു. അത് നെഞ്ചിങ്ങനെ ശ്വാസം കിട്ടുന്നില്ലെന്ന് ഒറ്റ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ECG എടുത്തു. അതിനുശേഷം പിന്നെ തലയുടെ നോക്കാൻ വേണ്ടി എക്സ്റേ ഒക്കെ എടുത്ത്. അപ്പോഴാണ് പിന്നെ ആൾക്ക് കുറച്ച് ബോധമൊക്കെ വന്ന് നോർമലായി തുടങ്ങിയത്. അതെ, അങ്ങനെ എന്താ പറയണ്ടേ, വലിയൊരു ടെൻഷൻസിലായി പോയി നമ്മള്. പറ. എന്റെ ഭാര്യയുടേതും എന്റെ മക്കളതും ഭാഗ്യം കൊണ്ടും എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുണ്ട്. അവരുടെല്ലാം പ്രാർത്ഥനയും ഭാഗ്യം കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് ഒരു കാറാണെങ്കിൽ ഇന്നെ ഈ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണൂല, നിങ്ങൾ ആരും കാണൂല. എനിക്ക് സത്യാന്നത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അതെ, അതെന്താന്നറിയാം, സത്യമാണ് അത്. കാരണം ഞാൻ പറഞ്ഞ കാര്യം കൂടി അത്. കാരണം ആ റോഡ് അത് വിന്തമ്പടയൊക്കെ ലോട്ടറി കച്ചവടം ചെയ്യുന്നതിന്റെ മെയിൻ റോഡ് ഹൈവേ ആണ്. അത്രയും സ്പീഡിൽ വണ്ടി വരുന്ന ഹൈവേ ആണ്. അപ്പൊ അവിടെ അധികം അപകടങ്ങൾ പറ്റി. ഇപ്പൊ ഒരു 5-6 മാസം കൂടി 2 ചെറുപ്പക്കാര് ബൈക്കൊക്കെ ആയിട്ട് വന്നിട്ട് അപകടം പറ്റി മരണപ്പെട്ടു. അങ്ങനെ എല്ലാ പ്രാവശ്യവും അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമല്ല. ആ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ആ ബസ് സ്റ്റോപ്പിന്റെ അപ്പുറം റോഡിലോട്ട് കയറുമ്പോൾ കാണൂല നമ്മള്. അത് മാത്രമല്ല, അച്ഛൻ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്നിട്ട് വഴക്ക് പറയത് സംഭവിച്ചിട്ട് പിന്നെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമുക്ക് സ്നേഹം കൊണ്ടുള്ള വഴക്ക് പറയല് എല്ലാം കഴിഞ്ഞതിന് ശേഷം. കാരണം ഒരു ബസ് സ്റ്റോപ്പില് ബസ് നിർത്തിയിട്ടുണ്ടായി. എങ്ങനെയാണ് വിപിനകത്ത് നീ ഉണ്ടായില്ലേ അവിടെ? അതില്ലേ നമ്മളെ മൈൽ ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ണൂർ ബസ് വരുമ്പോ അച്ഛനോട് ഞാൻ പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് വാന്ന്. ഞാൻ തിരിഞ്ഞിങ്ങോട്ട് നിൽക്കുമ്പോഴേക്ക് അച്ഛനപ്പുറം കടക്കുന്നത് ഞാനും കാണുന്നില്ല. അച്ഛൻ എന്താക്കി, നേരെ കണ്ണൂർ ബസ് കണ്ടപ്പോ അച്ഛന് പുതിയവരേക്ക് പോണം. അപ്പൊ അച്ഛൻ നേരെ ഇപ്പുറത്തേക്ക് കടന്നു. വൈകിട്ട് ബസ് നിർത്തിയിട്ട് അച്ഛൻ കടന്ന് ആ കിടക്കുന്ന കടയിൽ എന്താക്കി, ഈ ബസ് ഇങ്ങോട്ട് കേറിയപ്പോഴേക്ക് അപ്പുറത്ത് ഇങ്ങോട്ടൊരു അയാളെ പറയാൻ പറ്റൂല, അയാളും തെറ്റൊന്നും ചെയ്തില്ല. അയാൾ സൈഡ് എടുത്ത് വരുന്നവരാളും പറഞ്ഞു. അതെന്താന്നറിയോ, ഞാൻ കണ്ടതാണ്. ഞാൻ പിന്നെ ഹിന്ദിക്കാരനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ഞാൻ ചോദിച്ചു മനസ്സിലാക്കി, പാവം മനുഷ്യൻ. ഭയ്യ കണ്ണൂർ ബസ് നിർത്തിയിട്ടതും ഇപ്പുറം മൈൽ ബസ് നിർത്തിയിട്ടതും 2 ബസ്സൊന്നും അതാ യൂട്യൂബർ അച്ഛൻ വിളിച്ചാന്ന് പറഞ്ഞ് നോക്കുമ്പോ ഞാൻ തല വന്നിച്ച് നോക്കുന്നേ. ഇത് അച്ഛനെ കാണുന്നത് ഞാൻ ബസ് സ്റ്റോപ്പില് ബസ് നിർത്തിയിട്ട് ആ നിർത്തിയിട്ട ബസ്സിനെ മറികടന്ന് അച്ഛൻ അപ്പുറത്തോട്ട് നീങ്ങി റോഡിന്റെ. അപ്പൊ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാരന് കാണൂലല്ലോ, നമ്മളൊരു ബസ് നിർത്തിയിട്ട് ബസ്സിന്റെ വാഹനത്തിന് മറികടന്ന് അപ്പുറം കിടക്കുമ്പോ കൃത്യമായി നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ കടക്കാൻ നിൽക്കരുത്. പക്ഷെ അച്ഛൻ ഇതിനെ കടന്ന് അപ്പുറത്തോട്ട് കടന്നു. ബസ് വരുന്ന അച്ഛന് പുതിയ ടൗണിലേക്ക് പോകണം. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ സ്കൂട്ടിക്കാരന് അധികം സ്പീഡ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം നമുക്കൊരു എന്തെങ്കിലും വലിയൊരു അപകടം സംഭവിക്കാൻ കാറ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ വലിയ വാഹനം സ്കൂട്ടി ഇടിച്ചാലും മതി, ഒരു ബൈക്ക് ഇടിച്ചാലും മതി. പക്ഷെ അധികം സ്പീഡൊന്നും ഇല്ലാണ്ട് വരുന്ന ഒരു ഹിന്ദിക്കാരനായതുകൊണ്ട് മുട്ടി അയാളും വീണ്, അച്ഛനും വീണ്, സ്കൂട്ടിയും വീണ്. അങ്ങനെയാണ് എടുത്ത് ആശുപത്രിയിലേക്ക് പോയത്. അയാള് തെറിച്ച് വീഴുന്നത് വിപിനേഷ് കാണുന്നേ. അച്ഛനാന്ന് വിപിനേഷിക്ക് മനസ്സിലായിട്ടുണ്ട്. ചിന്തിക്കുന്നേ ഇപ്പുറത്തെ ബസ്സിൽ കയറി അച്ഛനാണ് ഓടി കയറി പോയിട്ടുണ്ടാവും. ആൾക്കാരിങ്ങനെ പറയുന്നത്, അയ്യോ യൂട്യൂബർ അച്ഛനല്ലേ വീണ് കിടക്കുന്നത് എന്ന് പറയുമ്പോ ഞാൻ യൂട്യൂബർ അച്ഛൻ എന്ന് പറയുമ്പോ തല ഒന്ന് ചോക്കുമ്പോ അച്ഛന് ബോധമൊന്നും ഇല്ല. അപ്പൊ തന്നെ ഞങ്ങൾക്ക് പേടിയായി. എനിക്ക് ഫോണാണെങ്കിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ വേഗം ആനന്ദേട്ടനെ സജി ഷോപ്പിനെ വിളിച്ച്, നിങ്ങൾ ഉള്ളോണ്ട് എന്താ ഭാഗ്യം. എന്താ പറയണ്ടേ, ഇവിടെ ഞങ്ങൾ അവിടെ ചെന്ന് കാണുമ്പോൾ ഇതുപോലെ തന്നെ കാലൊക്കെ നിറച്ച് ബ്ലഡും ആൾക്ക് ബോധവും ഇല്ല. ഞങ്ങളും ആകെ പേടിച്ച്. ആ സമയത്ത് വിന്തമ്മ വിളിക്കുന്നുണ്ട്. നിഖിനോട് ഞാൻ പറഞ്ഞ് വിന്തമ്മനോട് പറയണ്ടെന്നും പറഞ്ഞു. കാരണം പേടിച്ചൂലേ നമ്മള് പെട്ടെന്ന് വിളിച്ചു പറയുമ്പോ അവിടെ നിന്ന് വെപ്രാളപ്പെട്ട് വന്ന് എവിടെയെങ്കിലും അതേ ബുദ്ധിമുട്ടായില്ലേ. അങ്ങനെ എന്താ പറയണ്ടേ, ഇത്രയൊക്കെ പറ്റിയുള്ളൂ ഭാഗ്യത്തിന്. അതോടുകൂടി അച്ഛന്റെ ലോട്ടറി കച്ചവടം ഞങ്ങൾ നിർത്തി. ഈ ലോട്ടറി കച്ചവടത്തിന്റെ അച്ഛനോട് ലോട്ടറി കച്ചവടത്തിന് പോകണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അച്ഛൻ ഇനി റോഡിലേക്ക് കൂടിയെല്ലാം നടക്കുന്നതെല്ലാം ഡേഞ്ചറാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് പോവണ്ടാന്ന്. പിന്നെ അച്ഛൻ പറയും, അച്ഛന് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഒരു സുഖം കിട്ടുന്നില്ല മോളെ, നടക്കുമ്പോ നല്ല സുഖമുണ്ട്. ശരിയല്ല, നടക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ്. നടക്കുമ്പോ നല്ല സുഖമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പോവാന്നും പറഞ്ഞാണ് പോകാൻ തുടങ്ങിയത്. ഇത് സത്യം പറഞ്ഞ വീട്ടിലേക്ക് ചെലവിന് വേണ്ടിട്ട് പോകുന്നതൊന്നുമല്ല, അച്ഛൻ്റെ ഒരു നടക്കാനുള്ള ഇഷ്ടവും പിന്നെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ചെലവിനൊക്കെ വേണ്ടി പോകുന്നതാ. അപ്പൊ അങ്ങനെ സംഭവിച്ചു. ഇതിപ്പോ ഒന്നാമത്തെ കാര്യം, അച്ഛന് ഓണടിച്ചാ കേക്കില്ല. അതറിയോ, ഞങ്ങൾ ബാക്കിൽ വന്നിട്ട് വണ്ടിയായിട്ട് ഞങ്ങള് തന്നെ വന്നിട്ട് ഓണടിച്ച അച്ഛൻ കേക്കില്ല. എന്നിട്ട് വന്നിട്ട് അടുത്ത് മോനാ എന്നും പറഞ്ഞ് വരയ്യ. അപ്പൊ അങ്ങനെയുള്ള ഈ 3 മാസം മുമ്പ് ഞാൻ അനന്തോട്ടനും കൂടിയിട്ടില്ലേ പോകുമ്പോ ഓണടിച്ച് അച്ഛൻ നമ്മള് പോകുന്നുണ്ട് വീട്ടിലേക്ക് വേഗം ആരുമില്ല വീട്ടിലെന്ന് പറയാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി റോഡിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോ പറയാൻ പറ്റില്ല. ഇന്നത്തെ കാര്യം വാഹനങ്ങളെല്ലാം അതുപോലെ സ്പീഡിൽ പോകുന്നവരുണ്ട്, ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. നമ്മൾ തന്നെ റോഡ് സൈഡിലേക്ക് തന്നെ പോകുമ്പോ നമുക്ക് തന്നെ പേടിയായി പോക്കാണ് ഓരോ വണ്ടികളുടെ പോക്ക് കാണുമ്പോൾ. ചിലപ്പോൾ നമ്മൾ ഇതുപോലെ സ്പീഡിൽ പോകുന്നുണ്ടാവും, ആവശ്യക്കാർ പോകും, എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും നമ്മൾ കാൽനട യാത്രക്കാർ ഒരുപാട് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വണ്ടി ഓടിക്കാനോ കാര്യങ്ങളൊന്നും അറിയാത്തവരാ, ഇവർ നടന്നാണ് പോണത് ഈ ഹൈവേ കൂടി ഒക്കെ. അപ്പൊ ഞങ്ങള് പറഞ്ഞ എന്നാ പിന്നെ ഇനി മുതൽക്ക് അങ്ങനെ പോകണ്ട, ഇനി ഇവിടെ നിൽക്കുന്ന അച്ഛൻ ലോട്ടറി കച്ചവടത്തിന് പോവണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
അച്ഛൻ പക്ഷെ പറയുന്നു അയ്യോ ഇല്ല മോളെ അച്ഛന്റെ മാറിക്കഴിയുമ്പോ അച്ഛൻ പോകുന്നു. ഞാൻ കൊറേ പറഞ്ഞു, അമ്മ പറഞ്ഞ്, വിഭിനയിച്ച് പറഞ്ഞ്, ഓപ്പി ആനന്ദേട്ടനും എല്ലാരും പറഞ്ഞു പോവണ്ട. അമ്മുവല്ല ഇതറിഞ്ഞ ഒരിക്കലും അമ്മ ശരിക്കും പറഞ്ഞ അറിഞ്ഞില്ല. അമ്മു അറിഞ്ഞ അമ്മ അന്നേ പറയുന്നുണ്ട് വല്യച്ഛൻ എന്തിനാണ് ഈ ലോട്ടറിയും കൊണ്ട് പോണേന്നെല്ലാം പറഞ്ഞിട്ട് പറയലുണ്ട്. എല്ലാരും പറയുന്ന പോവണ്ടെന്നാണ്. പിന്നെ ഇനി അച്ഛന്റെ ഇഷ്ടം. പക്ഷെ എന്തെങ്കിലും ഇതുപോലെ അച്ഛനെ കാണൂല, അതുകൊണ്ടാ പറയുന്നത്. മുന്നിൽ വണ്ടി വന്ന് നിന്നാ പോലും അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ അച്ഛൻ ഇനി അങ്ങനെ ലോട്ടറിയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡൊന്നും പോവാണ്ട് നമ്മുടെ ഈ കാക്കത്തിരുത്ത് റോഡ് അല്ലെങ്കിൽ ആ കടയിൽ തന്നെ ഇരുന്ന് വിൽക്കാൻ, അല്ലെങ്കിൽ ആ കടയിൽ ഇരുന്ന് വിറ്റൂടെ. എന്നിട്ട് കടയിൽ ഇനി മക്കളെ കെട്ടിക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെന്തേ വീട് വെക്കാനൊന്നും ഇല്ലല്ലോ. വീടും ഉണ്ട് ഭാഗ്യത്തിന്, മക്കളെ ഇനി കെട്ടിക്കാൻ. അതെ, 2 എണ്ണത്തിന്റെ കല്യാണം കഴിഞ്ഞ് ഇതായിരിക്കണം മക്കള് മൂത്തത്. ബാക്കിയുള്ള 2 എണ്ണം വീട്ടിലുണ്ട്. പേരക്കുട്ടികളെ കെട്ടിക്കാനായി. പേരക്കുട്ടികളെ കല്യാണം കഴിച്ചൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കിഴക്കാട് ഇതുപോലെ അടങ്ങി ഒതുങ്ങിയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാ നടക്കും, അല്ലെങ്കിൽ റോട്ടിലിറങ്ങി നടന്നാ നടക്കൂല. അതാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് സംഭവം പറഞ്ഞോല. അപ്പൊ എന്തായാലും ഇതാണ് അച്ഛന്, കുഴപ്പമൊന്നും ഇല്ലാട്ടാ. പറഞ്ഞ എല്ലാരോടും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ. ഞാൻ പറഞ്ഞല്ലേ, അത് വ്യക്തമായിട്ട് പറഞ്ഞല്ല. നിങ്ങളെല്ലാം പ്രാർത്ഥന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നല്ല സ്നേഹം, എന്നോട് സ്നേഹം കാണിക്കുന്നവരുണ്ട്, ഒരുപാടുണ്ട്. അത് എനിക്ക് ലോട്ടറിയും കൊണ്ട് പോകുമ്പോ മനസ്സിലായതാണ്. വീഡിയോയില് മാത്രല്ല അല്ലാണ്ടും സ്നേഹമുണ്ട് എന്നോട്. ഒരുപാട് ആൾക്ക് സ്നേഹം. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ നടക്കണം. ഇനി അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോ അങ്ങനെയൊന്നും പോയി ക്രോസ് ചെയ്യരുത് കേട്ടോ. ഇപ്പം വാഹനം കാണുമ്പോൾ തന്നെ പേടിയാകുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റി കഴിയുമ്പോ അങ്ങനെ നമുക്ക് പേടിയാവും. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യം ഞാൻ വണ്ടിമേന്ന് വീണ് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു. അതങ്ങനെ ഉണ്ടാവും. കുഴപ്പമില്ല. ഇപ്പൊ വേറെ കുഴപ്പം, ഇപ്പൊ നടക്കാനൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇവിടെ തന്നെയാണ് ഇപ്പൊ പരിപാടികള്. ഇന്നലെ ഇന്നുമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. 2 ദിവസമൊക്കെ കിടത്തം തന്നെയായിരുന്നു. നല്ല ശരീരം വേദനയിലുണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞു. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മ വീണേന്റെ ഒരു ഇതുണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു സംഭവം പേടിയും കാരണം ഡോക്ടർ പറഞ്ഞു പേടി കാരണമാണ് കൊറേ പെട്ടെന്ന് പേടിച്ചു പോയി അച്ഛൻ. അപ്പൊ അതിന്റെതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വിന്തമ്മ എന്താണ്? നല്ല മാന്ത ഉണ്ട് കേട്ടോ. അതേ വിന്തമ്മേന്റെ അടുത്ത് നല്ല തോല് പൊളിച്ച ഉണക്ക മാന്ത. എനിക്ക് ഇത് കൊണ്ടുപോയിട്ട് വറക്കടി, എനിക്ക് നല്ല രസം ഉണ്ടാവും. തന്നിട്ടുണ്ടോ? കഞ്ഞി കുടിക്കാൻ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉണക്കമുള്ളുണ്ട്, നല്ല നല്ല വെളുത്ത ഉണക്കമുള്ളൻ കണ്ട, നല്ല ഉണക്കമുള്ളനുണ്ട് വിന്തമ്മേന്റെ അടുത്ത്. ഇതെല്ലാം ഇവരിവിടെ പാക്ക് ആക്കിയിട്ട് വിന്തമ്മ വിൽക്കാൻ കൊണ്ടുപോകുന്നു. ഇത് കണ്ണൂരുണ്ട് കേട്ടോ വിൽക്കുന്ന വിന്തമ്മ. കണ്ണൂർ മാർക്കറ്റിൽ, കണ്ണൂർ മാർക്കറ്റിൽ നമ്മുടെ വീഡിയോ കാണുന്നവരെ കാണാറുണ്ടോ? എന്നോട് എന്തോ ആൾക്കാർ ആൾക്കാരെല്ലാം വന്നിട്ട് ലിഗിനോട് അന്വേഷണം പറയണം. നീ പോയ 1000 മുമ്പ് കൊറേ ഇന്ന് മറ്റാരോ വന്നപ്പോ പറഞ്ഞിന് നിഗിന 1000 മുമ്പ് ഉണ്ട് നിന്നെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു അതല്ലേ. അപ്പൊ എല്ലാരോടും ഞങ്ങളും അങ്ങോട്ട് അന്വേഷണം പറയുന്നു. എല്ലാരോടും അന്വേഷണം പറയാൻ പറഞ്ഞു. സലീലമ്മനോടും ഉണ്ണിയച്ഛന്റെ ഡാൻസ് ഒന്നും കൂടി കളിക്കാൻ പറഞ്ഞു. അതെ, അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാവരെയും പരിചയമുള്ളവരൊക്കെ ഇതുപോലെ കാണുമ്പോ സന്തോഷം. കട്ടൻ ചായ ഇല്ല വിപിനെ വെച്ചില്ല, എന്നെ എടുത്തിട്ട് മാറി ചെല്ല് പോ. കണ്ണൂർ മാർക്കറ്റിൽ പോയാൽ കിട്ടും വിന്തമ്മേന്റെ അടുത്ത് അല്ലെ. വിന്തമ്മനെയും കാണാം, കണ്ണൂർ മാർക്കറ്റിലും പോവാം. പരസ്യായി വിന്തമ്മക്ക് നികി നികി വിന്തമ്മ കണ്ണൂർ മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള പരസ്യായി. അങ്ങനെ ഒരുപാട് ഇല്ല. ഓൺലൈനിൽ അയക്കുമ്പോ എന്നറിയാം, നമ്മള് മുമ്പ് നമ്പർ കൊടുത്തു. ഓൺലൈനിൽ അയക്കുമ്പോ ചെറിയ നമുക്ക് ഈ സാധനം എപ്പോഴും ഉണ്ടാവൂല. ആള് നമുക്ക് നാളെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാർ കുറെ കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുക. അപ്പൊ സംഭവം ഇല്ല എന്ന് പറയുമ്പോ അവര് പറയും പിന്നെ എന്തിനാ നിങ്ങൾ വീഡിയോ ഇട്ടേന്ന് അങ്ങനെ ചോദിക്കുക. അതുകൊണ്ടാണ്. അതെ, ഇവിടെ കാക്കതിരുത്തി വന്നാലും കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. ഈ വിശേഷമൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആള് ഉണങ്ങി വരുന്നുണ്ട്. ഇനി ഉണങ്ങട്ടെ. എന്താണ് അപ്പാപ്പനോട് പറഞ്ഞു കൊടുക്കടാ? റോട്ടുമെല്ലാം പോകുമ്പോ ശ്രദ്ധിച്ചിറക്കാൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങളല്ലേ പറയേണ്ടത്. നീ എന്താ ചെയ്തേ അപ്പാപ്പന് ഇതായിട്ട് സുഖിലാണ്ടായിട്ട്? അതെന്തേ ഒന്നും ചെയ്യാത്ത? എന്തെങ്കിലും ചെയ്യണ്ടേ? അതെന്ത് പരിപാടിയത്? ഞങ്ങളുടെ ഗോപാലകൃഷ്ണനാണിത്. ഗോപാലകൃഷ്ണൻ ഗോവുട്ടെ. ചായ ആയിട്ട് പെൺകുട്ടി വന്നിട്ടുണ്ട്. പെൺകുച്ചിനെ പെണ്ണുങ്ങളാ. പിന്നെ നീ അങ്ങനെയൊന്നും വിളിക്കണ്ട. ഇപ്പൊ കല്യാണം കഴിച്ച അമ്മമാരാണെങ്കിലും
ഇപ്പൊ കല്യാണം കഴിക്കാൻ ആൾക്കാർ റെഡിയാണ്. ആ നീ അങ്ങനെ വിളിക്കണ്ട. നമ്മളിപ്പൊ ഒന്ന് കെട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ ഇഷ്ടം പോലെ വരും. പിന്നെ അമ്മനെ കിട്ടൂല നിങ്ങൾക്ക്. ഞങ്ങള് ഒരു വ്ളോഗും ആക്കും വിപിനേഷിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് കിളവിന്നൊന്നും വിളിക്കണ്ട കേട്ടാ. ആ അങ്ങനെ വിളിക്കാൻ പറ്റില്ല, നമ്മളിവിടെ ഉണ്ട്. അപ്പൊ ദേ ഇവിടെ വിന്തമ്മ എന്തോ വാങ്ങിട്ട് വന്നതാണിത്. കല്ലുമ്മക്കായി ഉണ്ട്, പപ്സ് ഉണ്ട്, കട്ട്ലൈറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്. പിന്നെ നമുക്ക് കട്ടൻ ചായ കൊണ്ടുപോകും. എന്തായാലും കട്ടൻ ചായ എന്ന പെണ്ണ് ഞങ്ങൾക്ക് ഇഷ്ടായി, പണ്ടേ ഇഷ്ടാന്ന്. പെണ്ണിന് ആനന്ദേട്ടന് 2 മക്കളും ഉണ്ട്. പച്ചകുത്തി പെണ്ണ് പച്ചകുത്തി എവിടെ ആനന്ദേട്ടന്റെ പേരെല്ലാം പച്ചയെല്ലാം കുത്തി വെച്ചിന് കഴിച്ചു. നെഞ്ചില് പച്ച കുത്തി വെച്ച് ആനന്ദേട്ടനെ. ഞാൻ പറഞ്ഞ അപ്പൊ നിനക്ക് ഇനി മാറ്റാൻ കഴിയൂലല്ലോ എന്ന്. അല്ല ഇനി നികിക്ക് മാറ്റാൻ കഴിയില്ല. നികി വിപിനെ നെഞ്ചി കൊത്തി, നികി കൈ കൊത്തി. ഗള്ളി. മക്കളെ കൂട്ടല്ലേ ഇങ്ങോട്ട്. അവര് വന്നില്ല. അവരവിടെ സ്കൂൾ വിട്ട് വന്നിട്ട് മാറ്റി 2 ടിവിയും കണ്ടിരിപ്പുണ്ട്. അപ്പാപ്പന് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞപ്പോ ഇൻട്രൂട്ട് കേട്ടത് അപ്പാപ്പൻ വണ്ടി എടുത്ത്. എന്നിട്ട് എന്നോട് അപ്പാപ്പൻ വണ്ടി എടുത്താന്ന്. അപ്പാപ്പനെ അതിന് ഓടിക്കാൻ അറിയുവാന്ന്. ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയൊക്കെ ചിരിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പാപ്പൻ വണ്ടി എടുത്തു. അപ്പാപ്പനെ വണ്ടി അപ്പാപ്പൻ വണ്ടി എടുത്താ. അപ്പാപ്പനെ ഓടിക്കാൻ അറിയുക. നിന്റെ എല്ലാം മോൻ അങ്ങനോട് പറ. എന്നാ കട്ടൻ ചായ ഓടിക്കട്ടെ ഗൈസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ വിന്തമ്മയുടെ വീട്ടിലെ വിശേഷങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങള്. 2 ദിവസമായിട്ട് സങ്കട വിശേഷമായിരുന്നു. അച്ഛന് സുഖമില്ലായിട്ട് നിങ്ങളെല്ലാരും ചിരിച്ചു കളിച്ച് വ്ളോഗ് എടുക്കുന്നതൊന്നും പറഞ്ഞേക്കല്ലേ. അങ്ങനെ പറയാൻ മാത്രമൊന്നുകൂടെ വലിയ സംഭവങ്ങൾ നമ്മൾ സത്യം പറഞ്ഞ ഈ ആ വിഷമങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, 3 ദിവസം നമുക്ക് ആശുപത്രി പോകുന്നതും അങ്ങനെ അതൊന്നുമില്ല. നമുക്ക് അങ്ങനെയല്ല. നമ്മള് ഇവരെല്ലാരും വിഷമമുള്ള സമയത്തൊന്നും എന്തിനാണ് നമ്മൾ എല്ലാരും അത് വിഷമമൊക്കെ കാണിച്ച് സങ്കടപ്പെടുത്തുന്നത്? അതുകൊണ്ട് എല്ലാം മാറി ഒന്ന് സെറ്റ് ആയപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചത്. അപ്പൊ ഇതൊരു ഒന്ന് പറയണം. ഒരുപാട് പേര് ചോദിക്കണ്ട അച്ഛൻ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അതുകൊണ്ട് അങ്ങനെ ഞാനിത് കാണിച്ചതാ. അച്ഛനെ കാണാത്തത് കൊണ്ടും കുറെ പേര് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീഡിയോ കാണിച്ചതാണ്. ദേ അച്ഛൻ അവിടെ നിന്ന് മറ്റേ പാട്ട് അല്ല ഞാൻ നിക്ക് മറ്റേ പാട്ട് കാളിന്റെ മറ്റേ പാട്ട് അച്ഛൻ ഇങ്ങോട്ട് ഒന്നിങ്ങോട്ടാക്ക്. അല്ല അവിടെ എന്നിട്ട് ഒന്നിങ്ങോട്ടാക്ക്. കരിങ്കാളിയല്ലേ ഇങ്ങോട്ടോ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത്. കണ്ടില്ലേ നിക്ക് എന്തിനാടി അവളെ കടിച്ചത്? കരിങ്കാളിയല്ലേ പാട്ടെടുത്ത്. ഇവളുടെ അടുത്തിരിക്കാൻ ചിലപ്പോ ഉപദ്രവിക്കോളൂ. അങ്ങനെയാന്ന്, ഉപദ്രവകാരിയാ. അപ്പാപ്പന്റെ കരിങ്കാളി കണ്ടിട്ടാ നീ? കരിങ്കാളിയല്ലേ അപ്പാപ്പന്റെ കരിങ്കാളി കണ്ടിട്ട് ഉണ്ണിക്കൂട്ടിന് ചിരി വന്നു. ട്രെൻഡ് പോയെങ്കിലും അപ്പാപ്പനാക്കിയപ്പോ പുതിയ ട്രെൻഡായി അല്ലടാ. എനിക്കത് അടുക്കാനാ തോന്നി. അവിടെ നിന്ന് കളിക്കാണ്ടില്ലേ കരിങ്കാളിയല്ലേ. കടിക്കുമല്ലേ, ഉപദ്രവിക്കും. എന്താ ആയിക്കോട്ടെ, ഒരാവശ്യം വന്നപ്പോ ഓടി വന്ന് വിളിക്കാനായിട്ട് അവളല്ലേ ഉണ്ടായത് അല്ലേ? അച്ഛന് സുഖൂലെന്നും പറഞ്ഞ് വിളിക്കാനായിട്ട് അവളല്ലേ ഉണ്ടായത്. വിറകൊത്തി കാലിനെന്താ അതാ പറഞ്ഞത്. പെട്ടെന്നൊരാവശ്യം വരുമ്പോ ചെലപ്പോ നികി ഉണ്ടാവും പറയാൻ പറ്റില്ല, ഇതിനായിരിക്കും ഉണ്ടാവുക. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് മോള് സ്നേഹിച്ചോളാ മോളെ. അതേ പറയാനുള്ളു അല്ലേ? അതാണ്. പുതിയ കഥയിൽ എന്തോ സൂചിപ്പിച്ചിട്ടുണ്ടോ നീ എഴുത്തില് അച്ഛന്റെ കാലിന് തെറ്റിയത്? നമ്മൾ തമ്മിലുണ്ടല്ലേ നീ? അപ്പൊ പിന്നീട് നമ്മൾ തമ്മിൽ നിങ്ങൾ വായിച്ചോ. അതിൽ നമ്മളുടെ എന്തോ നല്ലതാണോ സൂചിപ്പിച്ചേക്കണ നീ? എന്നെല്ലാം നീ കഥയിൽ നമുക്ക് ഏറ്റി വെക്കണം കേട്ടോ അങ്ങോട്ട്. അതിലൊരു വില്ലത്തി ഉണ്ട്, എനിക്ക് അറിയുമായിരിക്കും. മായന്റെ എന്നെ പറയടി നികിയുടെ ബ്ലോഗ്. അപ്പൊ മോനോട് പറയതേ, എടാ നിനക്കറിയില്ല ഞാൻ നികിയുടെ വീഡിയോ കാണുമ്പോ ഇങ്ങോട്ട് വരരുത്, ഭയങ്കര വില്ലത്തിയാണ്. എങ്ങനെ അപ്പൊ എന്തായാലും അപ്പൊ തൽക്കാലം ഇതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷം ഇവിടുത്തെ.
അപ്പൊ അടുത്ത് നല്ല നല്ല വിശേഷങ്ങൾ, സങ്കടങ്ങളൊന്നും ഇല്ലാത്ത നല്ല സന്തോഷമുള്ള വ്ലോഗുകളൊക്കെ ആയിട്ട്. ഇതിൽ സങ്കടമൊന്നുമില്ല, എല്ലാരും ഓക്കെയാണ്, അച്ഛനും ഓക്കെയാണ്. അതെ, അപ്പൊ എന്തായാലും സമാധാനിക്കുന്നു. അതെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ. മുന്നിൽ വണ്ടി നിൽക്കുമ്പോ അല്ലെ, നമ്മളെ മുന്നിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്ത് നമ്മൾ പോവാതിരിക്കുക. അതാണ് പറയാനുള്ളത്. സൂക്ഷിക്കുക. എല്ലാവരും നടന്നു പോകുമ്പോഴും വണ്ടി ഓടിച്ച് പോകുമ്പോഴും ആണെങ്കിലും പരമാവധി നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ കുടുംബത്തിൽ നമ്മളെയും കാത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും. അതെ, ചിലപ്പോ നമ്മളെ അശ്രദ്ധ കൊണ്ടായിരിക്കൂല, ഓപ്പോസിറ്റ് വരുന്ന ഒരാളെ അശ്രദ്ധ കൊണ്ടും നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഒരാളും കൂടി ചിലപ്പോ ശ്രദ്ധിക്കണം. ചിന്തിച്ചാല് നല്ലതായിരിക്കും. ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. കുഴപ്പമില്ലല്ലോ? ആള് വിളക്കൊക്കെ വെച്ച് ഇവിടെ സെറ്റ് ആയിട്ട് കിടക്കുന്നു. ടാറ്റ പറഞ്ഞേ. ഓക്കെ, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.